അടാട്ട് BVP സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റും സയൻസ് എക്സിബിഷനും വ്യത്യസ്ത അനുഭവമായി മാറി. കലവറ എന്ന പേരിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്നും തയ്യാറാക്കിയ വിഭവങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന രീതിയിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എന്ന് പ്രിൻസിപ്പാൾ KV മനോജ് കടലി പറഞ്ഞു. കലവറ എന്ന പേരിൽ പ്ലേ സ്കൂൾ മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫുഡ് ഫെസ്റ്റ് ഇന്ന് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സിലെ കുട്ടികളും അവരവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ കൊണ്ടുവരികയും അവരുടെ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടിയാണ് അവർ ഫുഡ് ഐറ്റംസുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് കൊണ്ടുവന്ന് ക്ലാസ്സിൽ തന്നെ അവർക്ക് അത് വിൽക്കുവാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ ക്ലാസ് വന്ന് സന്ദർശിച്ച് അത് വാങ്ങുവാനുമുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ ഓരോ ക്ലാസ് അടിസ്ഥാനത്തിലാണ് ഈ ഫുഡ് ഫെസ്റ്റിൻ്റെ കൗണ്ടറുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലൂടെയുള്ള വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് BVP സീനിയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് സമാഹരിക്കുന്ന വലിയൊരു തുക ഫെബ്രുവരി മാസത്തിൽ സ്കൂളിൻ്റെ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ വിഭവങ്ങൾ ഫുഡ് ഫെസ്റ്റിൽ കുട്ടികൾ കൊണ്ടുവന്നിരുന്നു. ഉണ്ണിയപ്പം മുതൽ വെജ് ബിരിയാണി വരെ കുട്ടികൾ വീടുകളിൽ തയ്യാറാക്കി എത്തിച്ചിരുന്നു. വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രമാണ് ഫുഡ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓരോ ക്ലാസും നിരവധി രുചിഭേദങ്ങൾ കൊണ്ടും കൊതിയൂറുന്ന ഗന്ധങ്ങൾ കൊണ്ടും കലവറ എന്ന പേരെ സാർത്ഥകമാക്കി. ഇതിലൂടെ കുട്ടികൾക്ക് പ്രായോഗിക ജീവിത പാഠങ്ങൾ കൂടി പഠിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്ന് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി PV സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. അതിൽ നിന്ന് രണ്ട് കാര്യമാണ് നടക്കുന്നത്. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു സാധനം വിൽക്കുന്നത് വാങ്ങുന്നത് എന്നുള്ളതും ആ ഒരു ക്രയവിക്രയ രീതി കുട്ടികൾക്ക് പഠിക്കാനും, അതുമാത്രമല്ല അവരുടെ എബിലിറ്റി, അവർ വിൽക്കുന്ന സാധനങ്ങൾ മുഴുവൻ വിറ്റുകൊണ്ട് പൈസ മേടിച്ച് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ കിട്ടുന്ന പൈസ കുട്ടികളുടെ ഇഷ്ടത്തിനൊരു ചാരിറ്റി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വീറും വാശിയോട് കൂടിയിട്ടാണ് ഓരോ ക്ലാസ്സിലും സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റ് വാങ്ങി അതിൻ്റെ പൈസ സമ്പാദിക്കുന്ന രീതി. അത് ഒരു പ്രത്യേക രീതിയിൽ കുട്ടികളിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കലവറ എന്ന പേരിലുള്ള ഫുഡ് ഫെസ്റ്റും ഇൻസ്പയറക്സ് എന്ന എക്സിബിഷൻ സയൻസ് എക്സിബിഷൻ, അതോടെ മാത്സും ഉണ്ട്, അതും ഗംഭീരമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരേ ദിവസം ക്ലബ് ചെയ്തത് പേരൻസിനും കുട്ടികൾക്കും മൊത്തത്തിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കിയതാണ്. ധാരാളം പേരൻസ് വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കുട്ടികളെ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് സ്കൂളുമായി ബന്ധപ്പെടുത്തുന്നുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്ന പ്രിൻസിപ്പളിനെയും ഇതിന് നേതൃത്വം കൊടുത്ത ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയും എല്ലാവരെയും PTA എല്ലാവരെയും ഞങ്ങൾ അനുമോദിക്കുന്നു. ക്ലാസ് മുറിയെ 5 സ്റ്റാർ ഹോട്ടൽ നിലവാരത്തിലേക്ക് മാറ്റിയവരും ഉണ്ടായിരുന്നു. പ്രവേശന കവാടം ഒരുക്കിയും ഐശ്വര്യത്തിന്റെ കോലം വരച്ചും അടുക്കള ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചും ഭിത്തിയിൽ വിവിധ വിഭവങ്ങളുടെ ചിത്രം പതിച്ചും ഒരുക്കിയവർ. ക്ലാസ് മുറിയെ ഒരു തട്ടുകടയാക്കി മാറ്റിയവരും ഉണ്ടായിരുന്നു. ക്ലാസ് മുറിയിൽ തന്നെ ഇരുന്ന് ഭക്ഷ്യവിഭവങ്ങൾ ആസ്വദിക്കാൻ തക്ക വിധത്തിൽ ടേബിൾ ഒരുക്കിയും ഓരോ ക്ലാസ്സുകാരും മികച്ച രീതിയിൽ തന്നെ പങ്കെടുത്തുവെന്ന് PTA പ്രസിഡന്റ് അനൂപ് M പറഞ്ഞു. വളരെ വിപുലമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫുഡുകൾ, പലതരത്തിലുള്ള വെറൈറ്റീസുകൾ കഴിച്ച് വയറൊക്കെ വളരെ ഫില്ലായിരിക്കുകയാണ്. അത്രയധികം സ്മാർട്ടായിട്ട് ജെനുവിനായിട്ടും വളരെയധികം കുട്ടികൾ തന്നെ ബ്രില്യൻ്റായിട്ട് നിൽക്കുകയാണ്. അത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ മറ്റേ ഫുഡ് ഫെസ്റ്റിന് അത് വിൽക്കുന്ന രീതി കാണുമ്പോൾ തന്നെ വളരെ രസമായിട്ടുള്ളൊരു വികാരമാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത്. വളരെ സന്തോഷം ഇങ്ങനൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. ഏറ്റവും കൂടുതൽ പേർ കൊണ്ടുവന്ന വിഭവം ഉണ്ണിയപ്പമായിരുന്നു. പഴംപൊരി, വിവിധതരം വടകൾ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഫ്രൂട്ട് സാലഡ്, കപ്പ, വിവിധതരം ജ്യൂസുകൾ, സാൻഡ്വിച്ച്, കട്ട്ലറ്റ് തുടങ്ങി രുചി വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു കലവറ. കലവറ ഫുഡ് ഫെസ്റ്റിലൂടെ ശേഖരിക്കുന്ന പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഫുഡ് ഫെസ്റ്റിനെ ആകർഷകമാക്കുന്നത് എന്ന് PTA വൈസ് പ്രസിഡന്റ് ഹരീഷ് പറഞ്ഞു. ഈ ഒരു ഫുഡ് ഫെസ്റ്റ് കൊണ്ട് നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഉദ്ദേശിക്കുന്നത് ഇതിന്ന് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടുന്ന ഒരു പൈസ അവർ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫുഡ് ഫെസ്റ്റിനെക്കാട്ടിലും വലിയൊരു കാര്യമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ, നമ്മളിതുപോലെ കാണാത്ത തരം ഫുഡുകൾ, അത് കുട്ടികളുടെ പാരൻസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അതിൽ കുട്ടികൾക്കുള്ളൊരു ഇൻവോൾവ്മെൻറ്റ്, അവർക്ക് പലതരം ഫുഡുകളെ പറ്റി മനസ്സിലാക്കാനും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു വീട്ടിൽ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും അതുകൊണ്ടൊരു എഡ്യൂക്കേഷൻ കൂടിയാണ് അവർക്കത് കിട്ടുന്നത്.
അപ്പോൾ ഇത് BVP സ്കൂൾ നടത്തുന്നത് നമ്മൾ സിമ്പിളായിട്ട് കാണുമ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്നതിന് ഉപരി ഇതിൽ പല അറിവുകളും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം കുട്ടികളുടെ ശാസ്ത്രവിജ്ഞാനം വളർത്തുന്നതിനായി ഇൻസ്പയറെക്സ് എന്ന പേരിൽ സയൻസ് എക്സിബിഷനും സംഘടിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചാർട്ടുകൾ, വർക്കിംഗ് മോഡലുകൾ, സ്റ്റിൽ മോഡലുകൾ എന്നിവയെല്ലാമാണ് സയൻസ് എക്സിബിഷനിൽ ഒരുക്കിയിരുന്നത്. പാഠഭാഗങ്ങളിലെ ശാസ്ത്ര സത്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ സയൻസ് എക്സിബിഷനും ഏറെ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സയൻസ് എക്സിബിഷൻ സന്ദർശിച്ചു. ഇതിനോടൊപ്പം തന്നെ സ്കൂളിൽ നിന്നൊരു എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ എക്സിബിഷൻ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ സന്ദർശിച്ച് വിലയിരുത്തുവാനുള്ള അവസരവും എക്സിബിഷൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള വൈസ് പ്രിൻസിപ്പൽ മിനി മാം, അതോടൊപ്പം വിനോദിനി മാം, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, മാനേജ്മെൻറ്റ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഞങ്ങളുടെ HR മാനേജറായിട്ടുള്ള സുഭാഷ് മാമാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രിൻസിപ്പൽ രശ്മി മാമാണ്. ഇത്രയും ആളുകളാണ് ഇതിൻ്റെ ഒരു സംഘാടക സമിതിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ATK ന്യൂസ്, അഡാട്ട്.